വിയറ്റ്നാം വന്നിട്ട് മൂന്നാമത്തെ ദിവസം തുടങ്ങുന്നത് നല്ല വിശന്നിട്ട് ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ടാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ എടുക്കണുള്ളൂ. അങ്ങനെ കൂടുതലും ഫ്രൂട്ട് സാധനങ്ങൾ എടുത്ത് കഴിക്കാൻ പോകുമ്പോഴേക്കും ഇവിടെ എല്ലാവരും സ്പൂൺ കൊണ്ടാണ് കഴിക്കുന്നത്. എനിക്ക് അങ്ങനെ കഴിച്ച ശീലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത സാധനങ്ങൾ മുഴുവൻ ഞാൻ കൈകൊണ്ടാണ് എടുത്ത് കഴിക്കുന്നത്. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ ഹോട്ടലിൽ തന്നെ ഫ്രീ ആയിട്ട് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് ഈ നാടൊക്കെ ഫ്രീ ആയിട്ട് സൈക്കിൾ വെട്ടി കാണാം. അങ്ങനെ സൈക്കിൾ എടുത്ത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ചുറ്റി കണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്ഥലങ്ങൾ കാണിക്കുന്ന ഏട്ടൻ വന്നിട്ട് ബസ് വന്ന് നമുക്ക് അടുത്ത സ്ഥലം കാണാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിൽ കയറി സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് ആ ഏട്ടൻ നമുക്ക് ആ നാട്ടിലത്തെ ഭാഷ പഠിപ്പിച്ചു തരാണ്. കാം മം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലത്തെ താങ്ക് യു എന്നാണ് അർത്ഥം. ടാം ബിയറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ. അങ്ങനെ അവിടുത്തെ കുറച്ച് ഭാഷയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ വേറെ സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആളാണ് നമ്മളെ മുന്നിൽ നയിക്കുന്നത്. ഇതുപോലുള്ള ബോട്ടിൽ കയറിയിട്ട് കാടിന്റെ ഉള്ളിൽ കൂടെ അരുവിയിലൂടെയും ഗുഹന്റെ ഉള്ളിൽ കൂടെയൊക്കെ 2 മണിക്കൂർ തോണി തുഴഞ്ഞു പോകണം. നീന്തലറിയാത്തോണ്ട് ദൈവമേ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വലത്തേക്കാല് വെച്ച് തന്നെ തോണി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അങ്ങനെ തോണി പയ്യെ മുന്നോട്ട് പോകാൻ തുടങ്ങി. വലിയ ഒഴുക്കില്ലാത്ത വെള്ളമാണ്. അങ്ങനെ കുറച്ച് പോകുമ്പോഴേക്കും ചെറിയൊരു ഗുഹ വന്നു. ഇനി അതിന്റെ ഉള്ളിൽ കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ ഗുഹന്റെ ഉള്ളിൽ കൂടെ കയറി പയ്യെ തുഴഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച അടിപൊളിയാണ്. പിന്നെ ഈ അമ്മന്റെ പ്രായമുള്ള ഈ ചേച്ചിയാണ് നമ്മളെ തുഴഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ. ആ ചേച്ചിനെ സഹായിക്കാൻ ഇവിടെ തുഴയുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചേച്ചിനെ സഹായിക്കാനായിട്ട് ഇതുപോലെ തുഴയുന്ന സാധനം എടുത്തിട്ട് ഇപ്പൊ തുഴയാണ്. അങ്ങനെ തുഴഞ്ഞ് വീണ്ടും ഒരു ഗുഹയിൽ കയറി ഇറങ്ങി ഒരു അമ്പലം പോലത്തെ ഒരു സ്ഥലത്തെത്തി. അങ്ങനെ നല്ല സ്ഥലം എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോഴേക്കും ഈ ചേച്ചി പറഞ്ഞു, നീ കിങ് കോങ് സിനിമ കണ്ടിട്ടുണ്ട്, ആ സിനിമ ഇവിടെ നിന്ന് എടുത്ത് ആ പാറ നോക്ക് കിങ് കോങ് കൊരങ്ങനെ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ചേച്ചി കുഞ്ഞു തോണിയിൽ നിറയെ മണ്ണ് കൊണ്ടുപോകണം. ആ മണ്ണ് ഇവിടെ നിന്നാണ് ആക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിപൊട്ടിലും മഴയും വന്നു. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, വെള്ളത്തിന്റെ ഒഴുക്കും കൂടി. അങ്ങനെ ആ ചേച്ചി വേഗം തുഴഞ്ഞ് നമ്മളെ കരക്കെത്തിച്ചു. പിന്നെ ഒരാളുടെ ഫോട്ടോ എടുക്കാനായി തൊപ്പി വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് നല്ല ചായ കുടിക്കാൻ തോന്നിയതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ചായയാണ് കിട്ടിയത്. അതും കുടിച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ കൊടുക്കാന്ന് പറയുമ്പോഴേക്കാണ് ഈ ഏട്ടനെ പരിചയപ്പെട്ടത്. ആൾ എനിക്കൊരു ഫ്രീ ആയിട്ട് ബർഗർ വാങ്ങിച്ചു തന്ന് എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പ്ലേ ആക്കിയിട്ട് ആള് സിമ്പിൾ ആയിട്ട് നൂഡിൽസ് കഴിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ജ്യൂസ് കടയിൽ പോയപ്പോൾ ഇവിടുത്തെ ചെറിയ പിള്ളേർ വരെ കച്ചവടം പഠിച്ചു വെച്ചിരിക്കുകയാണ് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, ഒന്ന് ബാത്റൂമിലേക്ക് പോകണം, കുറച്ച് ഷോപ്പിംഗും ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ.